നമുക്കിന്ന് തുടങ്ങാം. അപ്പോൾ എൻ്റെ പേര് ഷഫീർ. ഇന്ന് എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടുന്ന, അതായത് ഓൺലൈൻ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ CSC ഈ VLകൾക്ക് വളരെ ഉപകാരപ്രദമാകും. കാരണം ഒരു PVC കാർഡ് എങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ക്ലാസ്സാണിന്ന്. അപ്പോൾ നമ്മൾക്ക് ഒരു PVC കാർഡ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു മെഷീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം 35,000 മുതൽ 1,00,000 മുകളിൽ വരെയുള്ള പ്രിൻ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിബൺ വാങ്ങണം. റിബൺ മീൻസ് മഷി റിബൺ പോലെയാണ് വരിക, അത് വാങ്ങണം. പിന്നെ അതിൻ്റെ മെറ്റീരിയലുണ്ട്, പ്ലാസ്റ്റിക് കാർഡുകൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് വളരെ കോസ്റ്റ്ലിയാണത്. അതായത് മെഷീനത്തിൻ്റെ റേറ്റ് ആയിക്കോട്ടെ, പിന്നെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ പൈസ ആയിക്കോട്ടെ, ഇതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ ഏകദേശം ഒരു അളവ് അനുസരിച്ച് കഴിഞ്ഞാൽ ഇത്ര എണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് റിബൺ മാറേണ്ടി വരും. റിബൺ മാറണം ഏകദേശം ഒരു 200 കാർഡ് അടിച്ച് വരുമ്പോൾ 200, 100, 150 എത്രയെന്ന് കറക്റ്റായിട്ട് അറിയില്ല, നമുക്ക് റിബണൊക്കെ മാറേണ്ടി വരും. ഇപ്പം അതൊന്നും അല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് PVC കാർഡ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നുള്ള ഒരു കാണിച്ചു തരാം. അതിന് നമ്മൾക്ക് ആദ്യം തന്നെ നമുക്ക് PVC കാർഡിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് ആദ്യം പോകേണ്ടി വരും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ PVC കാർഡിൻ്റെ സെറ്റിങ്, അതിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് G സീരീസിൽ പെടുന്ന എല്ലാ കാനോണിൻ്റെ പ്രിൻ്ററിലും നമുക്ക് നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ, അതായത് ഈ കാർഡ് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. G സീരീസിൽ പെടുന്ന എല്ലാ കാനോണാണ് നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എപ്സൻ്റെ പ്രിൻ്ററുകളുണ്ട്. എപ്സൻ്റെ പ്രിൻ്ററുകളിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വേറെ മെറ്റീരിയലായിരിക്കും. അപ്പോൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാർഡ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്, അത് നമ്മളുടെ VLകൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ സേവനം ചെയ്യുന്നവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൺട്രോൾ പാനലിൽ പോയിട്ട് ഇതിവിടെ ഹാർഡ്വെയർ ആൻഡ് സൗണ്ടിൻ്റെ അടിയിൽ വ്യൂ ഡിവൈസ് ആൻഡ് പ്രിൻ്റർ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പ്രിൻ്റർ നോക്കി, എൻ്റെ പ്രിൻ്ററാണ് ഈ കാണുന്നത്, കാനോൺ G2010. അതിൻ്റെ റൈറ്റ് ബട്ടൺ അടിക്കുന്നു. റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് നമ്മൾ പ്രിൻറ്റിങ് പ്രിഫറൻസ് എടുക്കുക. പ്രിൻറ്റിങ് പ്രിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേജ് സെറ്റപ്പിലേക്കാണ് ആദ്യം പോകുന്നത്. ഇതിൽ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ പ്രിൻറ്റിങ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ ഏത് സ്റ്റാൻഡേർഡ് നിലയ്ക്ക് കിടക്കണം. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് സെലക്ട് ചെയ്യുക. ഫോട്ടോ പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബോർഡർലെസ് പ്രിൻറ്റിങ് എന്നുള്ളിടത്ത് ടിക്ക് ഇടുക, ബോർഡറൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ പേപ്പർ ഗ്ലോസി സെക്കൻഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണ്ടത് പ്രിൻ്റ് ക്വാളിറ്റി ഹൈ കൊടുക്കണം. ഹൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നമ്മളിത് കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാനോണിൻ്റെ പ്രിൻ്ററിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണിത്. അതായത് നമ്മളുടെ പേപ്പർ സൈസ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കാർഡ് 2.17 ഇഞ്ച് × 3.58 അല്ലെങ്കിൽ 55 × 91 mm. ഇതാണ് കാർഡിൻ്റെ സൈസ്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, അതായത് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പ്രിൻ്റ് സെറ്റപ്പ് അത് അങ്ങനെ ഓക്കെ എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്തത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഡേറ്റിൽ ഞാൻ നമ്മളുടെ ഒരു മെഡിസപ്പ് കാർഡ് നമ്മളിപ്പോൾ കാർഡ് പ്രിൻ്റ് ചെയ്യാൻ പോയിരുന്നു. മെഡിസപ്പ് കാർഡ് നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിവിടെ മെഡിസപ്പ് കാർഡ്, ഇതാണ് മെഡിസപ്പ് കാർഡ്. നമുക്ക് ഫ്രണ്ടും ബാക്കുമായിട്ട് ഈ സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെഡിസപ്പ് കാർഡിനെ നമ്മൾ ഒരു PVC കാർഡായിട്ട് പ്രിൻ്റ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിനെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോവുക. അവിടെ ഒന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫയലിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഓപ്പൺ വിത്ത് അഡോബ് ഫോട്ടോഷോപ്പ് അതിലേക്ക് പോകും. അപ്പോൾ കാർഡ് ഇവിടെ വരും. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഇൻ്റർഫേസ് വരും. എന്നിട്ട് ഫയൽ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞിട്ട് 2 പേജായിട്ട് കിടക്കുന്നുണ്ടാവും. അതിൽ നമ്മൾ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് നമ്മളുടെ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് നമുക്കിതിങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെ ഇമേജിൽ പോയിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം.
ഇമേജിൽ റൊട്ടേറ്റ് ക്യാൻവാസിൽ ഫസ്റ്റ് കാണുന്ന 90 ഡിഗ്രി CW എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാം ഇതിൻ്റെ അടിവശം ലെഫ്റ്റ് സൈഡിലേക്കും മുകൾ വശം റൈറ്റ് സൈഡിലേക്കുമായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഈ മെഡിസപ്പ് കാർഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അപ്പുറവും ഇപ്പുറവും കറക്റ്റ് ലെവലല്ല, ഇങ്ങനെ തിരിഞ്ഞ് വരേണ്ട വഴിയായിരിക്കും. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിഞ്ഞ് ബാക്കിലേക്ക് പോകുന്ന സൈസാണത്. അപ്പോൾ രണ്ട് സൈഡാണ് അതിന് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ റൊട്ടേറ്റ് 90 ഡിഗ്രി CW അടിച്ചിട്ട് നമ്മൾ ഇതിനെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഇമേജ് സൈസ് റൈറ്റ് ബട്ടൺ അടിക്കുക. ഈ മുകളിലുള്ള ബ്ലൂ കളറിലാണ് ബാറിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ അടിക്കുക, ഇമേജ് സൈസ് എടുക്കുക. എന്നിട്ട് നമ്മൾ MM-ൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എടുക്കേണ്ടത്. MM നമുക്ക് ഇവിടെ വേണ്ടത് 81 mm ആണ് വേണ്ടത് വിഡ്ത്ത്. 81 mm വിഡ്ത്തും നമ്മൾക്ക് 51 mm 51 mm ഹൈറ്റുമാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഓക്കെ കൊടുക്കുക. അപ്പോൾ കാർഡിൻ്റെ സൈസ് ഇങ്ങനെ. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്ത് വെക്കണം. സേവ് ആസ് ഞാനിതിനെ 1 കൊടുക്കാം. 1 പറഞ്ഞിട്ട് ഞാനിതിനെ കൊടുത്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ അത് JPG ആയിട്ട് സേവ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ സേവ് ആസ് JPEG ആയിട്ട് സേവ് ചെയ്തിട്ട് 1 കൊടുത്ത് സേവ് കൊടുത്തു. അടുത്ത് നമ്മൾ വീണ്ടും PDF എടുത്ത് രണ്ടാമത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇമേജിൽ പോയിട്ട് റൊട്ടേറ്റ് കൊടുത്തിട്ട് 90 ഡിഗ്രി CCW. അപ്പം നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പിന്നെ വരാം. കണ്ട ഇപ്പം ബാക്ക് സൈഡ് റൈറ്റിലേക്കും പോയി, അതായത് അടിഭാഗം റൈറ്റിലേക്കും പോയി, ഫ്രണ്ട് ലെഫ്റ്റിലേക്കും പോയി. ഇനി നമ്മൾ സെയിം അതേ പ്രൊസീജിയർ തന്നെ ഇമേജ് എടുക്കുക, MM എടുക്കുക, 81 ആണ്. അത് തെറ്റിക്കരുത്, അത് തെറ്റിക്കാൻ ശരിയാവില്ല. പിന്നെ 51 അത് കൊടുത്തിട്ട് റൈറ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവാസ് കൊടുക്കുക. വീണ്ടും നമ്മൾ JPEG കൊടുത്തിട്ട് ഇതിനെ ഞാൻ 2 കൊടുത്തു പേര്, കാരണം ബാക്ക് സൈഡ് 2. ഓക്കെ കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അതായത് ഫോട്ടോഷോപ്പിൽ നമ്മൾക്ക് ഒരു ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ആ ടൂള് നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മളുടെ ഫസ്റ്റ് പേജാണ് ഈ എടുത്തേക്കണം. ഫസ്റ്റ് പേജ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ ആക്ഷൻ കാണുമ്പോൾ CC PVC എനി കാർഡ് നമ്മളുടെ ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നതാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിവിടെ ഒരു പ്ലേ ബട്ടൺ പോലെ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഇമേജ് ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക്. അതായത് ഒരു വൈറ്റ് ബോർഡർ, അതായത് ബ്ലൂ കളറിൽ ഒരു ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നമ്മളുടെ മെഡിസപ്പ് കാർഡിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതിനെ നമ്മൾ സേവ് ആസ് തന്നെ കൊടുത്തിട്ട് വീണ്ടും JPEG ഇപ്പോൾ 1 പ്രിൻ്റ് എന്ന് കൊടുക്കട്ടെ. ഞാൻ പ്രിൻ്റ് എന്ന് കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ PVC കാർഡിൻ്റെ ഈ ആക്ഷൻ ഇവിടെ കിടക്കണ്ടാവും. പിന്നെ അടിയിൽ വന്നിട്ട് ഞാൻ പ്ലേ കൊടുക്കുമ്പോൾ അതും അങ്ങനെ തന്നെ വന്നു, അതായത് നമ്മളുടെ ബോർഡറോടുകൂടി ഉള്ളിൽ കറക്റ്റായിട്ട്. എന്നിട്ട് ഞാൻ സേവാസ് കൊടുത്തു കഴിഞ്ഞിട്ട് JPG 2 പ്രിൻ്റ് എന്ന് കൊടുത്തു. ഓക്കെ. ഇപ്പം ഞാനിത് സേവ് ചെയ്തു. ഇനി നമ്മൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യം വരില്ല, ഞാനിതിനെ ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫസ്റ്റ് പ്രിൻ്റ് റൈറ്റ് ബട്ടൺ അടിക്കുക, പ്രിൻ്റ് കൊടുക്കുക. റൈറ്റ് ബട്ടൺ പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പേജ് സെറ്റപ്പ് ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞിരുന്നത് കാനോണിൻ്റെ എൻ്റെ സീരീസ് കാർഡ് ഹൈ ക്വാളിറ്റി ഫോട്ടോ പേപ്പർ ഗ്ലോസി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഈ ഫസ്റ്റ് പേജ് നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ
കാർഡിൻ്റെ ഫ്രണ്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഫിറ്റ് പിക്ചർ ടു ഫ്രെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താലും മാറ്റങ്ങളൊന്നും വരില്ല, നോക്കിക്കോ. കാരണം ഇത് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് തന്നെ റെഡിയാക്കിയാണ്. ഇനി ഇവിടെ ഒരു മാറ്റങ്ങളില്ല, ചെറിയൊരു അനക്കം മാത്രമേ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രിൻറ്റിലേക്ക് പോവാം. ഇവിടെ നിന്ന് നേരെ നമ്മൾ പ്രിൻറ്റിലേക്ക് പോവുകയാണ്. പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് പ്രിൻറ്റിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ PVC കാർഡ്, അതായത് നമ്മൾ PVC കാർഡ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇത് NTR ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണിത്. നമ്മൾക്കിത് ഇങ്ങനെ തന്നെ മേടിക്കാനും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ A4 സൈസ് ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. A4 ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ CD കട്ടർ PVC കാർഡ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതേ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഇതിൽ പ്രിൻറ്റ് ചെയ്യാണെങ്കിൽ ഇതിലപ്പുറവും ഇപ്പുറവും പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം പ്ലാസ്റ്റിക്കാണ്. ഇത് കീറില്ല, ഒരു കാരണവശാലും ഇത് കീറില്ല, ഒരു കാരണവശാലും. ഇതാണ് ഒരു കാരണവശാലും ഈ സാധനം കീറില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്താണെങ്കിൽ ഇതില്ല, ഇതിൻ്റെ ലാമിനേഷൻ പേപ്പർ ഇത് വരുന്നുണ്ട്. അതായത് 270 250 GSM-ൻ്റെ അല്ലെങ്കിൽ 250 GSM-ൻ്റെ ലാമിനേഷൻ പേപ്പർ. അതും നമ്മൾക്ക് ഇതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഷീറ്റ് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതും വാങ്ങാൻ കിട്ടും. എന്നിട്ട് നമ്മളത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ലാമിനേറ്റ് ചെയ്യണ ലാമിനേഷൻ മെഷീനിൽ നമ്മൾ നോർമൽ ലെവലിൽ ലാമിനേഷൻ അല്ല, നമ്മൾ ഇതിന് ഒരു 170 180 ഹീറ്റിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യണമെങ്കിൽ. നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോൾ ലാമിനേഷൻ ചെയ്താലും, ഇത് മാത്രമല്ല വേറെ എന്ത് കാര്യം ലാമിനേഷൻ ചെയ്താലും, നമ്മൾ ഒരു A4 സൈസിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ഇത്രയുള്ള ഇപ്പോൾ ഈ PVC കാർഡിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയുള്ള ഒരു A4 സൈസ് കട്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ മടക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത PVC കാർഡിന് ഇതിലാക്കിയിട്ട് ഇതിലിങ്ങനെ ഇതിലിങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഹീറ്റ് കൂട്ടി വെച്ചിട്ട് ഇത് നമ്മൾ ലാമിനേഷൻ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വെക്കണമെന്നൊരു ചോദ്യം സാധാരണ എല്ലാവരും ചോദിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലാമിനേഷൻ എല്ലാ ലാമിനേഷൻ്റെ ഉള്ളിലും ഇതിലൊരു ഗമ്മുണ്ട്, ചൂടിൽ ഒട്ടുന്നൊരു ഗമ്മുണ്ട്. ഇത് നമ്മൾ ചൂട് കൂടിക്കഴിയുമ്പോൾ എപ്പോഴും നോർമൽ ലെവലിലുള്ള ഗമ്മായിക്കോട്ടെ, സാധാരണ ഈ കൂടുതൽ ചൂടിലോ ഉരുകണ ഗമ്മായിക്കോട്ടെ, എന്തിനായാലും നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഗമ്മ് അല്പമെങ്കിലും പുറത്തേക്ക് ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാമിനേഷൻ മെഷീൻ്റെ ഉള്ളിലുള്ള ആ റബ്ബർ ബോളുണ്ട്, അതായത് ടെഫ്ലോണിൻ്റെ 2 റബ്ബർ 2 4 ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ചുറ്റിപ്പിടിക്കാൻ ഉരുകിയിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മളുടെ ആ റബ്ബർ റോള് കംപ്ലൈൻ്റ് ആവാതിരിക്കാനാണ് എപ്പോഴും നമ്മൾ ലാമിനേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാമിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ലാമിനേറ്റ് ചെയ്യുമ്പോൾ മുകളിൽ കൂടി ഒരു ചെറിയ വരകൾ പോലൊക്കെ വരും. അതൊന്നും നമുക്ക് ഇതിനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രിൻ്റർ, കാനോൺ G സീരീസ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ കാണാം, 2010. കാനോൺ G സീരീസ് 2010. ഇതാണ് നമ്മുടെ പ്രിൻ്റർ. ഈ പ്രിൻ്ററിലാണ് നമ്മൾ ഇനി PVC കാർഡ് നമ്മൾ അടിച്ചുണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോണത് ഈ ഒരു പ്രിൻ്ററിലാണ്. സാധാരണ ഒരു കാനോണിൻ്റെ G സീരീസിൽ പെടുന്ന ഏറ്റവും കാനോണിനെ സംബന്ധിച്ച് ഏറ്റവും പൈസ കുറഞ്ഞൊരു പ്രിൻ്ററാണിത്, G സീരീസിൽ പെടുന്നത്. ഇപ്പോൾ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട്, അതായത് 3010 ആ ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്. ഈ പ്രിൻ്ററിൽ നമ്മളിനി നമ്മൾ നേരത്തെ പറഞ്ഞ PVC കാർഡിനുള്ളത് കട്ട് ചെയ്ത് വരുന്ന പേപ്പറാണ്. A4 സൈസ് വാങ്ങി നമുക്കിതേമാതിരി കാർഡ് കട്ടറിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്താലും ഈ അളവിൽ തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ലോഡ് ചെയ്യണ ഏരിയ ആണിത്. ഈ ലോഡ് ചെയ്യണ ഏരിയയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഈ പേപ്പർ ലോഡ് ചെയ്യണ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഈ പേപ്പറിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പേപ്പറിന് നമ്മളതിലിട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കാരണം കറക്റ്റ് പേപ്പറിൽ ഇരിക്കാവുന്ന സംവിധാനത്തിൽ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പേപ്പർ ഇരിക്കണ കാണാം. കണ്ട, ഇതാണ് കറക്റ്റ് സൂട്ടബിളായിട്ട് അതിലിരിക്കുന്നുണ്ട്. കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതിൽ പോയിരിക്കും. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് പ്രിൻറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതിന് ഞാൻ ഇത് സിസ്റ്റം നമ്മുടെ പ്രിൻ്റർ ഓൺ ചെയ്യണം. അങ്ങനെ പ്രിൻ്റർ ഓൺ ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രിൻ്റർ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞു. പ്രിൻ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ എടുക്കുന്നു. നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ അതിൽ ഫസ്റ്റ് പ്രിൻ്റ്, പിന്നെ സെക്കൻഡ് പ്രിൻ്റ്, അങ്ങനെ ആദ്യത്തെ പേജാണിത്. റൈറ്റ് ബട്ടൺ അടിക്കുന്നു, ഡയറക്റ്റ് പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മൾ കാനോൺ G2010 സീരീസ് കാർഡ് 2.17x3 ഹൈ ഫോട്ടോ ഗ്ലോസി ഇതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കാർഡ് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. കാർഡ് ഇട്ടത് നേരത്തെ കാണിച്ചല്ല, ഇനി നമ്മളിതിനെ പ്രിൻ്റ് കൊടുക്കണം. അപ്പോൾ കാർഡ് പ്രിൻ്റ് ചെയ്ത് പറ്റുന്നത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണാം. കാർഡ് പ്രിൻ്റ് ചെയ്ത് വരണം കാണാം. ചേട്ടാ ചെറുതായിട്ട് കാണാം, മുകളിൽ ചെറുതായിട്ട് കാർഡ് പ്രിൻ്റ് ചെയ്ത് വരണം. കാർഡ് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പേജ് മുകൾ ഭാഗത്ത് കാർഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പതുക്കെ ഇങ്ങനെ വലിച്ച് കാണിച്ചു തരാം. കണ്ട, കാർഡ് പ്രിൻ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പൊസിഷനിൽ തന്നെ എടുത്തിട്ട് കാർഡിനെ ഇങ്ങനെ തിരിച്ചു പിടിക്കാം. ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് നമ്മൾ വീണ്ടും അടുത്ത സൈഡ് ഇതിൽ ഇട്ട് കൊടുക്കാം. ലോഡ് ചെയ്യണതിൽ ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ പ്രിൻ്റ് എടുത്തിട്ട് പ്രിൻ്റ് കൊടുക്കണം. പ്രിൻ്റ് കൊടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡ് കൊടുത്തിട്ട് ഒക്കെ അതേ ലെവൽ തന്നെ. എന്നിട്ട് നമ്മൾ നേരെ രണ്ടാമത്തത് പ്രിൻ്റ് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഒരല്പം സ്ലോയിലായിരിക്കും വരാം. കാരണം ഗ്ലോസിയിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വരുന്നത്. അപ്പോൾ പ്രിൻ്റായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഉള്ളിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് വരാൻ നമുക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് വന്നു. അപ്പോൾ അതൊക്കെ ഞാനിത് ഇങ്ങോട്ട് നീക്കിയിട്ട് കാണിച്ചു തരാം. പ്രിൻ്റ് ചെയ്ത് കണ്ട. ഇപ്പോൾ നോക്കിയേ, ഫ്രണ്ട് പേജ് ഇത് മോൾ ഭാഗം ഫസ്റ്റ്. നേരെ ബാക്ക് സൈഡ് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് നമ്മൾക്കിത് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇങ്ങനെയാണ്. ഇനി നമ്മൾ
ഇത് നമ്മൾ നേരത്തെ കാണിച്ച ലാമിനേഷൻ്റെ പേപ്പറാണത്. കണ്ട ഈ ലാമിനേഷൻ പേപ്പർ അതെ, ഇതാണ് ലാമിനേഷൻ പേപ്പർ. ലാമിനേഷൻ പേപ്പറിന് നമ്മൾ നേരെ 2 പീസായിട്ട് ഇതേ ഇങ്ങനെ പൊളിച്ചെടുത്ത് മാറ്റി 2 പീസാക്കിയിട്ട് ഈ നമ്മൾ പ്രിൻ്റ് എടുത്ത ഈ പേപ്പറിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി. ലാമിനേഷൻ പേപ്പറിൻ്റെ ഉള്ളിലാക്കി എന്നിട്ട് 180 എന്നുള്ള ലെവലിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റി, അതായത് നമ്മൾ വളച്ചാലും തിരിച്ചാലും ഒന്നും ഒടിയാത്ത ടൈപ്പും വളയാത്ത ടൈപ്പും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്കിത് എടുത്ത് കൊടുക്കാം. അതായത് നമുക്ക് PVC കാർഡ് അടിച്ച് കൊടുക്കാം. PVC കാർഡ് പ്രിൻ്റ് ചെയ്യണം വിഷമതി കാണുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ലാമിനേഷൻ ചെയ്യുമ്പോൾ 180 ഇട്ട് അതിന് മുമ്പ് ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ A4 സൈസിനെ ഒരു 4ആയിട്ട് മടക്കിയിട്ട് അതിന് കറക്റ്റ് കാർഡിൻ്റെ സൈസിൽ മടക്കി അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ലാമിനേഷൻ ചെയ്തെടുക്കാൻ. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഒരു ആക്ഷൻ കാണിച്ചിരുന്നു, ആക്ഷൻ്റെ ആ സോഫ്റ്റ്വെയറും അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാലും മതി, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വിട്ടിറങ്ങിയിട്ട് കോൺടാക്ട് ചെയ്തിറങ്ങിയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾക്ക് ഒരു പാക്കറ്റിൽ 200 കാർഡ് അടിക്കാവുന്ന സംവിധാനമാണുള്ളത്. 200 കാർഡ് നമുക്ക് അടിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഫോണുമായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പായിട്ടോ ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.